അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ് വരുന്നത്. പോരായ്മകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ഏതായാലും മണലോടി മദ്രസയിൽ നിന്നും കുട്ടികൾക്കൊപ്പമുള്ള ഒരു സിയാറത്ത് യാത്രയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും കുട്ടികളൊക്കെ വേറെ വൈബിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. 4 മണിയോടുകൂടെ തുടങ്ങിയ യാത്ര സുബ്ഹി നിസ്കാരത്തിന് പുത്തനങ്ങാടി പള്ളിയിലെത്തി. പുത്തനങ്ങാടി പള്ളിയുടെ ഉള്ളാണ് ഈ കാണുന്ന മഖബറ. അവിടെ ആദ്യം ഷഹീദായ ഉസ്മാൻ ഖാളി റഹ്മത്തുള്ളാഹിയുടേതാണ്. ആദ്യത്തെ ഷഹീദാണ്. പിന്നീടുള്ള ആളുകളൊക്കെ അപ്പുറത്താണ്, ഷഹീദുമാരൊക്കെ അപ്പുറത്താണ് മറവ് ചെയ്തിട്ടുള്ളത്. 14ഓളം വരുന്ന ഷഹീദുമാരുടെ മഖബറയാണ് നമുക്ക് മുന്നിലിപ്പോൾ കാണുന്നത്. പള്ളിയുടെ തൊട്ടടുത്ത കിണറിൽ നിന്നും 6 മാസത്തിന് ശേഷം ലഭിച്ച 7 ഷഹീദുമാരുടെ മഖബറകളാണ് ഈ കാണുന്നത്. അതിൻ്റെ വിഷയങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് പൊന്നാനി പള്ളിയിലേക്കുള്ള യാത്രയായിരുന്നു. വിശാലമായ റൂട്ടിലൂടെയുള്ള യാത്ര. ഇൻഷാ അല്ലാഹ് പൊന്നാനി പള്ളിയിലേക്കുള്ള യാത്രയിലാണ്, നടന്നുകൊണ്ടിരിക്കുക ഇടവഴികളിലൂടെ. പൊന്നാനി പള്ളിയുടെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ഇൻഷാ അല്ലാഹ് പൊന്നാനി പള്ളിയുടെ അകത്തുള്ള പ്രധാന കുളമാണ് ഇത്. വെള്ളമൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പിലായിട്ടുണ്ട്, നല്ല മങ്ങലാണ്. മീനുകളൊക്കെ ഇങ്ങനെ കാണാൻ കഴിയും. ഒക്കെ ഒരു മങ്ങിയ രൂപത്തിലാണ് മീനുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുക. പള്ളിയുടെ ഉൾവശമാണിത്. ഉസ്താദുമാരൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ആ തിരിയാണ് ഈ കാണുന്നത്. പണ്ട് മുതലേ ഉള്ള മിമ്പറും അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, നല്ല ഭംഗിയോട് തന്നെ. പോകുമ്പോൾ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ആക്കിയിട്ട് അതിനടുത്തിട്ട് നമുക്ക് പുറത്തൊക്കെ തേക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് പള്ളിയുടെ മുകൾ നിലയിലേക്ക് കയറിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ മക്കളൊക്കെ മുത്താലിങ്ങളൊക്കെ ദർസ് ഓതുന്നത് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഈ പഴയ സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കയറണം. അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം, തല മുട്ടുന്നത് ശ്രദ്ധിക്കാമെന്നൊക്കെ. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് നിലമ്പൂരിൽ നിന്നും കൊണ്ടുപോയ ഒറ്റ തേക്കിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണിത്. ഇതൊക്കെ ഒറ്റ തേക്കാണ്. ഇതായിരുന്നു ജിന്നുകൾ ഓതിയിരുന്ന, ദർസ് പഠിച്ചിരുന്ന സ്ഥലം. ഇത് ഈ പണി കഴിച്ച ആശാരുടെ പേരാണെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് പള്ളിയിലേക്ക് കയറുമ്പോൾ കണ്ട മുൻഭാഗത്തിൻ്റെ ഉൾവശമാണിത്. നല്ല വ്യൂ ആണ് ഇതിൻ്റെ പുറത്തുനിന്ന്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കാണാൻ സാധിക്കുക. അവിടെ അടിയിൽ ദർസ് ഓതിയിരുന്നതിൻ്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ അവിടുത്തെ ആ മഖ്ദൂമിൻ്റെ കാൽപ്പാട് നമുക്ക് കാണാൻ കഴിയും. ആ 2 കള്ളിയിലായിട്ട് വെള്ള, അതാണ് അവിടുത്തെ മഹാൻ്റെ കാൽപ്പാട്. കരുതിയിട്ടാണ് നമ്മളിങ്ങനെ സിയാറത്തിനൊക്കെ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള ഖൈറായ ഹലാലായ മുഴുവൻ മുറാദുകളും സാധിപ്പിച്ചു തരുമാറാവട്ടെ. ഈ മഹാന്മാരുടെയൊക്കെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പള്ളിയുടെ പണി കഴിപ്പിക്കുന്നതിൽ മേൽനോട്ടം വഹിച്ച ആശയുടെ ഖബറാണിത്. അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ സിയാറത്ത് ചെയ്തിരുന്ന മഖ്ദൂമിൻ്റെ ഖബർ നമുക്കിവിടെ കാണാൻ കഴിയും. തൊട്ടപ്പുറത്ത് വേറെയും ഖബറുകളൊക്കെ ഉണ്ട്. പള്ളിയിലേക്കുള്ള മറ്റൊരു കവാടമാണ് ഇത്. പുതുതായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്ന വനിതകൾക്കുള്ള സ്ഥലമാണിത്. മഅ്മത്തുൽ ഇസ്ലാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു കുളം, പച്ച നിറത്തിൽ വെള്ളമുള്ള നല്ല കുളം കാണാൻ കഴിയും. ഇതാണ് അവിടുത്തെ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഉണ്ടാക്കിയ പള്ളി.
രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം നേരെ പോയത് ഉമർ ഖാദി റഹ്മത്തുള്ളാഹിയുടെ മക്ബറയിലേക്കാണ്. ചരിത്രങ്ങളിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുള്ളതുമാണ്. അവിടുത്തെ പള്ളിയുടെ ഉൾവശമാണ് കാണുന്നത്. പഴയ രൂപത്തിൽ തന്നെ പള്ളി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കാണാൻ കഴിയും. വിണ്ട് കീറിയുന്ന ഖബറാണ് ഈ കാണുന്നത്. ചേരമ മസ്ജിദിലെ കുളത്തിലാണുള്ളത്. മീനുകളൊക്കെ നല്ല ഭംഗിയിലാണ് കുളമൊക്കെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. കേരളത്തിലെ ആദ്യ മുസ്ലിം പള്ളിയാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. പള്ളിയിലൊക്കെ നല്ല പണി നടത്തിയിട്ടുണ്ടെങ്കിലും പഴയ ആ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും പള്ളി നമുക്ക് കാണാൻ കഴിയുക. അവിടെയുള്ള പഴയ കാലത്തെ ആ വിളക്കാണ് ഇവിടെ കാണുന്നത്. കുട്ടികളൊക്കെ അതിൽ തൊട്ട് കളിച്ചുകൊണ്ടൊക്കെ മുത്തം വെക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് പഴയ മെമ്പറും കാണാൻ കഴിയും. ഇതിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് ഇസ്ലാമിക പ്രചാരണത്തിന് വേണ്ടി ചേരമാൻ പെരുമാൾ നിയോഗിച്ചിരുന്ന 2 ആളുകൾ. ആ 2 ആളുകളുടെ മഹാന്മാരുടെ കബറിടമാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ കാണുന്നത്. പള്ളിയുടെ പ്രധാന ഫോട്ടോയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉച്ചക്കുള്ള ഭക്ഷണം ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കഴിച്ചത്. നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു. മറൈൻ ഡ്രൈവ് ഇവിടുത്തെ സഖാഫിയുടെ പ്രത്യേക വിലപേശലിന് ശേഷം അവസാനതായി ബോട്ടിലാണ് നമ്മൾ ചുറ്റി കാണാൻ പോകുന്നത്. വീഡിയോ ഒക്കെ എടുക്കാൻ കുട്ടികളൊക്കെ നല്ല താല്പര്യത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മളങ്ങനെ യാത്ര ബോട്ടിൽ തുടങ്ങി. ഈ കാണുന്നത് വാട്ടർ മെട്രോ, മറൈൻ ഡ്രൈവിലെ വാട്ടർ മെട്രോ ആണിത്. അതൊക്കെ ആസ്വദിച്ചു. ഒരു കല്യാണ മണ്ഡപമാണ് അവിടെ ഒരുങ്ങിയിരിക്കുന്നത്. നല്ല രസത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും കപ്പിത്താൻ്റെ അടുത്ത് തന്നെ, എല്ലാവരും അവിടെ തന്നെ ആയിരുന്നു കൂടുതൽ സമയം. ചരക്കും കൊണ്ടുവന്ന കപ്പലാണെന്ന് തോന്നുന്നു. നല്ല വലിപ്പമുണ്ട് സാധനം. ഏതായാലും കണ്ടെയ്നർ ടെർമിനൽ ആണിത്. ദുബായ് പോർട്ട് വേൾഡ് സ്ഥാപിച്ചതാണിത്. അപ്പോൾ നിങ്ങൾ ഈ കുറച്ച് പേര് ഈ സൈഡിലിരുന്ന് 2-3 പേര് ആ നിൽക്കുന്ന ബോയ്സ് ഈ സൈഡിലിരുന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് ഈസ് എ മാൻ മെയ്ഡ് ഐലൻഡ്. ദാറ്റ് ഈസ് സ്പെഷ്യാലിറ്റി ഓഫ് വില്ലിംഗ്ടൺ ഐലൻഡ്. ഓക്കെ, അതുപോലെ ഇത് കുറവേഴ്സായിട്ട് കാണുന്ന മട്ടാഞ്ചേരിയാണിത്. ഏതായാലും നമ്മുടെ യാത്ര ഇത്രയധികം ഭംഗിയാക്കി നമ്മളെ കൊണ്ടുപോയത് ഈ കാണുന്ന 4 ഉസ്താദുമാരാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഈ ഗൈഡാണ്. അദ്ദേഹം ഒരു പാട്ടുകാരൻ കൂടിയാണ്. പാട്ടൊക്കെ പാടിയിരുന്നു വണ്ടിയിലൊക്കെ. എനിക്കും പാടാനൊക്കെ ഒരു അവസരം തന്നു മൂപ്പര്. ഏതായാലും നല്ല ഭംഗിയിൽ അദ്ദേഹം പാടുന്നുണ്ട്. ഏതായാലും കല്യാണ മണ്ഡപം തിരിച്ചു പോരുന്ന സമയത്ത് ഒന്നും കൂടെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടാണ് പോരുന്നത്. നല്ല ഭംഗി തന്നെ. ചടങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല. ടൗൺ ഹില്ല് മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് മെട്രോയിലേക്ക് കയറിയത്. കുട്ടികൾക്കൊക്കെ ഒരു കൗതുകമായി തീർന്നിരുന്നു ആ മെട്രോയിൽ കയറുന്നത്. കാത്തുനിന്ന് വേറെ മെട്രോ വന്ന് ഞങ്ങൾ ഇഞ്ഞും വന്നിട്ടില്ല. ഞങ്ങളിതിപ്പോൾ വരുന്ന പ്രതീക്ഷിക്കുകയാണ്. കാത്തുനിന്ന് ഞങ്ങളെ വണ്ടി വരുന്നു. വന്നു. അപ്പോൾ ഇനി ലുലു മാൾ എത്തിയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. മെട്രോയിലെ സഹയാത്രികളൊക്കെ അന്തം മുട്ടണാണ് ഞങ്ങളെ നോക്കിയത്. ഇത്രയും ആളുകൾ കയറുകയല്ലേ. എന്നാൽ എടപ്പള്ളി സ്റ്റേഷൻ എത്തിട്ടോ. എടപ്പള്ളി അങ്ങനെ മെട്രോയിൽ കയറിയാണ് അവസാനം ലുലു മാളൊക്കെ എത്തി. ലുലു മാളിൽ നിന്ന് വലിയ കുട്ടികളെടുത്ത അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയാണ് കാണുന്നത്. ഞങ്ങൾ നേരെ ചെന്ന് കയറിയത് തന്നെ ഗെയിം സെൻറ്ററിലേക്കാണ്. ഒരുപാട് ഗെയിമുകളൊക്കെ ഉണ്ടെങ്കിലും ഒന്നിലും കയറിയിട്ടൊന്നുമില്ല. ഇതിലൊക്കെ കയറാൻ പോയിട്ടുണ്ട്. ഒപ്പം കുറേ മൊണ്ണന്മാരില്ലോണ്ട് ഒന്നിനും കഴിയണില്ല. ഏതായാലും കുട്ടികൾ നല്ലോണം ഇയാൾ പറ്റിക്കുന്നുണ്ട്.
കുറേ സമയമുള്ള വീഡിയോ ആയതുകൊണ്ട് ഒന്ന് ഫാസ്റ്റാക്കിയിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങളപ്പോൾ ഉള്ള കുട്ടിയൊന്നല്ല ഈ കാണുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ വന്ന വലിയവരെ ഇയാൾ വെറുതെ ഇത് കാട്ടി ഇങ്ങനെ വിളിച്ചു. അതിൽ നമ്മളെ കുട്ടികളല്ലേ പോയിങ്ങാണ്ട് എന്താക്കി ആ കമ്പിമ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഐസ്ക്രീം എടുത്തു. പക്ഷേ നല്ല മാന്യതയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ഓരെന്താക്കി അങ്ങോട്ട് തന്നെ ഐസ്ക്രീം തിരിച്ചു കൊടുത്തു. പൈസ തരാതെ വാങ്ങിയതല്ല ഇറങ്ങാണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര നല്ല കുട്ടികളൊപ്പമാണ് യാത്ര പോന്നിട്ടുള്ളത്. ഏതായാലും ഇയാൾ കുറേ നേരം ഇങ്ങനെ ഓരോ കോമാളിത്തരങ്ങൾ കാട്ടി അതൊക്കെ ഇങ്ങനെ കണ്ടുകാണ്ട് ചിരിച്ചിരിക്കായിരുന്നു. വേറെ നിവർത്തിയില്ല അവിടെ. ഏതായാലും കുറേ നേരത്തെ ചുറ്റിക്കാലിന് ശേഷം നേരെ ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങി. അവസാനമൊക്കെ തോക്കും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ചെറിയ കുട്ടിക്കാന്ന് പറഞ്ഞാണ് വാങ്ങുന്നത്. ശേഷങ്ങൾ പോയിക്കൊണ്ട് ബർഗറൊക്കെ കഴിച്ചു കുട്ടികളെ വക. അവിടെ എടുത്ത 2 ഫോട്ടോസാണ് ഈ കാണുന്നത്. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വെക്കുന്നത്. ശേഷം അങ്ങനെ സമയമായപ്പോൾ അത് നേരെ ഇറങ്ങി നേരെ പോയി പുറത്തുനിന്ന് മന്തി കഴിച്ചു. പിന്നെ ബസ് നേരെ നാട്ടിൽ ഒറ്റ യാത്രയായിരുന്നു. കുട്ടികളുടെ പാട്ടുകളും അതുപോലെ ഉസ്താദുമാരെ ക്വിസ് പ്രോഗ്രാമൊക്കെ ആയിട്ട് നല്ല രസത്തിലായിരുന്നു നമ്മളെ മടക്കയാത്ര ഉണ്ടായിരുന്നത്. ഏതായാലും 2 മണിയായപ്പോൾ നാട്ടിൽ തിരിച്ചെത്തി. ഇതാണ് നമ്മൾ പോയ നല്ല സ്വാലിഹീങ്ങളായ മക്കൾ. വ്ളോഗിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പൊരുത്തപ്പെട്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കൂടെ ഇൻഷാ അല്ലാഹ് വരും യാത്രകളൊക്കെ ഉൾപ്പെടുത്താം.